കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണത്തെ അധികരിക്കുന്നതായ ആത്മീക പാഠങ്ങളാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മൾ ചെയ്യുന്ന ആത്മീക ശുശ്രൂഷകളും മനുഷ്യർക്ക് വിളങ്ങാനല്ല, ദൈവത്തിന് വിളങ്ങുമാറ് നിർവഹിക്കണം എന്നുള്ളതായ കാതലായൊരു സന്ദേശമാണ് നമ്മുടെ കർത്താവ് മത്തായി 6 ആദ്യ വാക്യങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന പാട്ട്, പ്രസംഗം, പ്രാർത്ഥന എന്നിത്യാദി ആത്മീക ശുശ്രൂഷകൾ പോലും ഈ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി 6-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണത്. എങ്കിലും ആ വാക്യത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് നാം നിർവഹിക്കുന്ന പ്രാർത്ഥനയെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് നാം ഓർത്തു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നാണ് കർത്താവ് വ്യക്തമാക്കിയത്. ഈ വാക്യത്തിൻ്റെ ആ അന്തസത്ത നമ്മൾ ഉൾക്കൊണ്ടാൽ പ്രാർത്ഥന എന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ വരാകുന്ന വഴിമാറലുകളിൽ നിന്ന് നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായ സത്യമാണ് നാം അവിടെ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നത്. 3 പ്രധാനപ്പെട്ട സത്യങ്ങൾ ഞാൻ അവിടെ ഒന്ന് ചേർത്ത് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയുടെ 3 പ്രയോജനങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിരുന്നാൽ നല്ലതാണ്. 1, പ്രാർത്ഥനക്കാരൻ രൂപാന്തരപ്പെടും എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രയോജനം. അതാണ് ഞാൻ ഇന്ന് രാത്രിയിൽ വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ അടുത്ത 2 കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നു. അത് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും, അത് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളത് അതിൻ്റെ വലിയ നന്മയും പ്രയോജനവുമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു കാര്യം കർത്താവ് പറഞ്ഞല്ലോ, പ്രാർത്ഥനയിൽ സ്വർഗീയ പിതാവ് പ്രതിഫലം തരും. അപ്പോൾ നമ്മൾ ഈ ചെറിയ ആയുസ്സിൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുകയും പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ പ്രതിഫലാർഹമായിരിക്കും എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായ സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രയോജനങ്ങളുടെ മഹത്വം ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേറിട്ടുള്ളതായ പ്രാധാന്യം നൽകി ആ കാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതായ കാര്യം ഒരു സന്ദേശമായി ഓർപ്പിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ നമുക്ക് ആ വലിയ ഉൾക്കാഴ്ച പ്രായോഗിക തലത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരരുത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് സൂചിപ്പിച്ചിട്ട് ഈ പ്രയോജനത്തിൻ്റെ വഴിയിലേക്ക് വരാം എന്ന് കരുതുകയാണ്. 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്, എങ്കിലും വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ
7-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, 8-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒരു ആവർത്തനമുണ്ട്. ആവർത്തനമെന്ന് പറഞ്ഞാൽ വേറൊരു വിശദീകരണവും അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് ഒരു അരുത് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. ജാതികൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ ജൽപ്പനം ചെയ്യാറുണ്ട്. ജൽപ്പനം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു അർത്ഥം നമ്മുടെ കർത്താവിൻ്റെ വാക്കിൽ തന്നെയുണ്ട്. അവർക്കൊരു തോന്നലുണ്ട്. എന്താണ് ആ തോന്നൽ? അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ ഉണ്ട്. ഒരു കാര്യം തന്നെ കൂടെ കൂടെ ആവർത്തിക്കുന്നത് ഉത്തരം ലഭിക്കാൻ മുഖാന്തരമായിട്ട് തീരും എന്നൊരു വിചാരം ഉണ്ട്. അതുകൊണ്ട് ചില പ്രാർത്ഥനകളുമൊക്കെ ലക്ഷക്കണക്കിന് പ്രാവശ്യം ആവർത്തിച്ചും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ വീട്ടിലിരുന്നാലും ചിലപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കേൾക്കാനായിട്ട് സാധിക്കും. അതിന് വേറിട്ട് ചില പേരുകളുണ്ട്. അതൊന്നും ഈ ക്ലാസ്സിൽ ഞാൻ പറയേണ്ടതില്ല എന്ന് കരുതുകയാണ്. ഒരേ വാക്കുകൾ തന്നെ, ഒരേ വാചകം തന്നെ ഇങ്ങനെ അനേക വട്ടം ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ സാധാരണ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് അത് വിലക്കുകയാണ്. ജാതികൾ ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യരുത് എന്നൊരു വിലക്ക് നാം ഇവിടെ കാണുകയാണ്. 8-ാം വാക്യത്തിൽ വരുമ്പോൾ പിന്നെയും കർത്താവ് ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ജാതികളോട് നമ്മൾ തുല്യരാകരുത് എന്നുള്ളതായ വലിയ കൽപ്പന നമ്മുടെ കർത്താവ് നൽകുന്നതായി നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു സന്ദേശം ലളിതമായിട്ടൊന്ന് കൈമാറാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും ഈ കാര്യം അതുപോലെ അല്ലെങ്കിലും ദൈവജനം എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ നടുവിലും ഒക്കെ ഒരു വാക്കിങ്ങനെ അനേക വട്ടം ആവർത്തിക്കുന്നതിനാൽ വേറിട്ടുള്ള അത്ഭുത സിദ്ധികൾ സാധിക്കും എന്നൊക്കെയുള്ളതായ വിശ്വാസവും അതിൻ്റെ പ്രചരണവുമൊക്കെ നമ്മൾ കാണാനിടയായിട്ട് കേൾക്കാനിടയായിട്ട് തീരുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു വാക്കിങ്ങനെ അനേക വട്ടം ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ പല അത്ഭുതങ്ങളും സംഭവിക്കും എന്നൊക്കെയുള്ളതായ പ്രചരണങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലൊന്നും നമ്മൾ കുടുങ്ങിപ്പോകുവാൻ ഇടയായിട്ട് തീരരുത്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ആളുകൾ തങ്ങളുടെ അനുഭവമാണെന്നൊക്കെ പറഞ്ഞ് പല കാര്യവും പറയുമായിരിക്കാം. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ അതുപോലെ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യുവാൻ ഇടയായിട്ട് തീരരുത്. അതുകൊണ്ട് ഈ കാതലായ സത്യം അതിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ സൂക്ഷിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ 6-7 വാക്യങ്ങളിൽ ഈ കാര്യമൊക്കെ വ്യക്തമായി പറഞ്ഞിട്ട് മറ്റൊരു സുപ്രധാനമായ സത്യം നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ ചേർത്തൊന്ന് ഓർത്ത് മാത്രം പോകാം. നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് ആരറിയുന്നുണ്ട്? നമ്മുടെ സ്വർഗീയ പിതാവ് അറിയുന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടും അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരും ചോദിക്കില്ല എന്നാണ് എൻ്റെ വിചാരം. പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിനെല്ലാം അറിയാമല്ലോ എന്ന് നമ്മൾ വിചാരിക്കാനായിട്ട് പാടില്ല. കാരണം പ്രാർത്ഥിക്കാൻ ആര് കൽപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം, നേരത്തെ ചിന്തിച്ചിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. അപ്പോൾ അതൊരു കൽപ്പനയാണ്. അപ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവിനെ എല്ലാം അറിയാം എന്ന്
നമ്മുടെ കർത്താവ് പറഞ്ഞിട്ട് പിന്നെ ഈ കൽപ്പന നൽകുന്നു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കണ്ട എന്നുള്ളതായൊരർത്ഥം അവിടെ നമ്മൾക്കൊരിക്കലും ചിന്തിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് പിന്നെ കർത്താവ് അങ്ങനെ ഒരു കൽപ്പന നൽകാൻ ഇടയായിട്ട് തീർന്നത്? ഞാൻ വളരെ പ്രാർത്ഥനയുടെ ഒരു വാചകം ഇവിടെ പറഞ്ഞ് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രാർത്ഥനക്കാരൻ്റെ വിശ്വാസവും വിനയവും ആശ്രയവുമാണ് പ്രാർത്ഥനയെ സഫലമാക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവിനെ എല്ലാം അറിയാമെങ്കിലും പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതൽ അത് ചോദിക്കുന്നു എന്നുള്ളത് സ്വർഗീയ പിതാവിനെ ഏറെ സന്തോഷിപ്പിക്കുന്നതായ കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ സാധാരണ മാതാപിതാക്കൾക്ക് എല്ലാം തന്നെ അറിയാമായിരിക്കാം. അറിയാൻ പാടില്ലാത്ത പുതിയ ആവശ്യങ്ങളൊന്നും മക്കൾ നമ്മളോട് ചോദിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ലക്ഷണം കെട്ട ആവശ്യങ്ങളായിരിക്കും ചോദിക്കാൻ ഇടയായിട്ട് തീരുന്നത്. അവരുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും മാതാപിതാക്കൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ മക്കൾ അതൊരാവശ്യമായിട്ട് ചോദിക്കുമ്പോൾ അതിൽ തന്നെ വ്യത്യസ്തമായൊരു സന്തോഷം മാതാപിതാക്കൾക്ക് നൽകുകയാണ്. കാരണം ആവശ്യത്തിൽ ചോദിച്ച് നൽകുന്നൊരു കാര്യം കൂടുതൽ ഉത്തരവാദിത്വപരമായി നന്ദിയോടെ പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം നമ്മുടെ മക്കൾക്കും മുഖാന്തരമായിട്ട് തീരും എന്നുള്ളതായൊരു സാമാന്യ ജ്ഞാനം നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. നമുക്കിത് മനസ്സിലാകാനൊരു വഴിയിൽ ഞാനതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗീയ പിതാവിന് എല്ലാം കൃത്യമായിട്ട് അറിയാം. നാം ചോദിക്കുന്നതിന് മുമ്പേ വളരെ കൃത്യമായിട്ട് അറിയാം. എങ്കിലും നാം പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഈ വഴികേടുകളൊക്കെ തിരുത്തിക്കൊണ്ട് ശരിയാം വണ്ണം പ്രാർത്ഥിക്കാനായിട്ട് പ്രിയ ദൈവമക്കളെ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയാണ് നമുക്ക് വളരെ പരിചയമുള്ളതായ ആ പ്രാർത്ഥന 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളത് വളരെ വിശദമായി ചിന്തിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ വിശദമായൊരു പ്രതിപാദനത്തിലേക്ക് നമ്മുടെ ഈ പഠനത്തിൽ നമ്മൾ പോകണ്ട എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇന്ന് രാത്രിയിലെ ക്ലാസ്സിൽ പ്രാർത്ഥനാപൂർവം വളരെ ചുരുക്കമായി ഒന്ന് ചൂണ്ടിക്കാണിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു ആഗ്രഹവും എൻ്റെ മനസ്സിൽ ഉണ്ടായി. പ്രാർത്ഥനയുടെ പ്രയോജനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, 3 പ്രയോജനം പറഞ്ഞാൽ ആദ്യം പറഞ്ഞ് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കാം. പ്രാർത്ഥനക്കാരനെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ പ്രാർത്ഥന കുറഞ്ഞാൽ ആ രൂപാന്തരത്തിൻ്റെ അളവും കുറഞ്ഞു പോകുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് ഈ കൽപ്പനയോടുള്ള അനുസരണം എന്നുള്ളത് വളരെ അനിവാര്യമായിരിക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഓർത്തു, ഈ ആഴ്ചയിൽ നമ്മൾ പരസ്യമായിട്ട് സുവിശേഷം ഈ കവലയിൽ വിളിച്ച് പറയാനൊക്കെ ആയിട്ട് സഭയായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഞാനിന്ന് ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ ചിന്തിച്ച ഒരു കാര്യം, ഇവിടെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനക്കാരനിൽ വരുത്തുന്ന രൂപാന്തരം ഈ ശുശ്രൂഷയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ സഭാംഗങ്ങൾക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ നന്മ വളരെ അധികമായിരിക്കും. ഫിലിപ്പിയർ 1:27 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ,
നമ്മൾ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കണം. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ചേർത്ത് പറയട്ടെ, ഈ പ്രാർത്ഥനക്കാരനിൽ വരുത്തുന്നതായ രൂപാന്തരവും നമ്മിൽ വരുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കട്ടെ. ക്ലാസ്സിന് വരാത്ത ചിലരൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഈ ക്ലാസ്സിന് വന്ന ആളുകൾ നമ്മളെങ്കിലും ഈ കാര്യത്തിൽ ഈ രൂപാന്തരത്തിലേക്ക് ഇന്ന് രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നാൽ ആത്മീകമായ ഉണർവ് നമ്മിൽ തന്നെ ആരംഭിക്കുവാൻ ഇടയായിട്ട് തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. അങ്ങനെ ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനക്കാരനിൽ ഈ പ്രാർത്ഥന വരുത്തുന്ന രൂപാന്തരത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇത് മനഃപ്പാഠമാക്കി ഉരുവിടാനുള്ള പ്രാർത്ഥനയല്ല. നമ്മൾ ആ പഠനത്തിനത് വിശദമായിട്ട് ഓർത്തായിരുന്നു. നമ്മളതിൻ്റെ പുസ്തകവും പ്രിൻ്റ് ചെയ്യാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിത് ഉരുവിടാതിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങൾ അതിന് വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അല്ലെങ്കിലും അത് വിശദീകരിക്കാൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സമയം ഉപയോഗിക്കേണ്ട എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു വാചകം ഇങ്ങനെ പറയട്ടെ, ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ മനഃപ്പാഠമാക്കി ഉരുവിടുവാനല്ല ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. പിന്നെയോ ഈ മാതൃകയിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെ ചിട്ടപ്പെടുത്താനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അത് ഞാൻ 1-2 വാചകമൊക്കെയാണ് ആ രൂപാന്തരത്തെക്കുറിച്ച് ഈ ക്ലാസ്സിൽ ഇപ്പോൾ പറയാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അത് മുഴുവൻ പറഞ്ഞ് എത്തിക്കാനായിട്ട് സാധിക്കാതെ വരും. നമുക്കറിയാം, ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ സംബോധന ചെയ്യുന്നത് നമ്മളന്ന് വിശദമായി ഓർത്തതാണ്. ഒന്ന് പറയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ആരാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് ഉത്തരം. എന്താ ഉത്തരം? സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അന്നും പറഞ്ഞായിരുന്നു, ഒരിക്കൽ കൂടി പറയുകയാണ്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിലും ഇന്ന് ലോകത്തിൽ ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കി ഉരുവിടുന്നതിൽ ബഹുഭൂരിപക്ഷം ആരല്ല? ദൈവമക്കളല്ല. ആകാത്ത ആളുകൾ, എങ്ങനെയും ജീവിക്കുന്ന ആളുകൾ ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളുന്ന വളരെ ഗൗരവതരമായ ഒരു സത്യമാണ്. ഞാൻ ഭയത്തോടെ ഒരു വാചകം കൂടി പറയുകയാണ്. ഈ പ്രാർത്ഥന 1000 വട്ടം ഉരുവിട്ടാൽ ഒരാൾ വീണ്ടും ജനിക്കുമോ? ഇല്ല, വീണ്ടും ജനിക്കില്ല. അപ്പോൾ ഇത് എത്ര വട്ടം പ്രാർത്ഥിച്ചാലും എത്ര നാളുകൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഉരുവിടുന്നത് കൊണ്ട് ഒരു പാപി വീണ്ടും ജനനത്തിലേക്ക് വരികയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ഒരു വാചകം സുവിശേഷം ഓർപ്പിക്കട്ടെ. യോഹന്നാൻ 1:12 വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ചെറിയ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരോ ഈ വാക്കുകൾ പിന്നീട് ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരിലും ഒക്കെ ആരെങ്കിലും ഈ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി വിശ്വാസത്താൽ കൈക്കൊണ്ട് പുതിയ ജനനം പ്രാപിച്ച ആളുകളാണ്
പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അതാണ് അടിസ്ഥാനപരമായ സത്യം. ഈ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, ഇനി നമ്മൾ അങ്ങോട്ട് വരാൻ പോവുകയാണ്. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയണം. അപ്പോൾ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുക എന്നുള്ളതിന് ഒരർത്ഥം വീണ്ടും ജനിച്ച് ദൈവപൈതലായി തീരുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സത്യം. ഇതെന്തുകൊണ്ടോ മനസ്സിലാകാതിരിക്കത്തക്കവണ്ണം പിശാച് ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്നു എന്നുള്ളത് എത്രയോ നഗ്നമായിട്ടുള്ളതായൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാനും ഈ പ്രാധാന്യം ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഇനി ഞാൻ ഓരോ വാചകത്തിലൂടെ ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ ആദ്യം പ്രാർത്ഥിക്കുന്ന കാര്യം, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ, ഞാൻ ആ വാക്കായിരിക്കും ഉപയോഗിക്കുന്നത്, ഇത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ജീവിതപരമായ വ്യക്തിപരമായ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നുള്ളത് ലോകമെങ്ങും വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. പക്ഷെ പ്രാർത്ഥനക്കാരൻ്റെ ജീവിതത്തിൽ ഈ വിശുദ്ധിയുടെ പ്രായോഗിക അനുഭവം സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്തോരം വിശുദ്ധി സൂക്ഷിക്കണമെന്ന് ചോദിച്ചാൽ പത്രോസ് അപ്പോസ്തലൻ നൽകുന്ന മനോഹരമായൊരു ഉത്തരം 1 പത്രോസ് 1:16 നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാമത്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അപ്പോൾ പ്രാർത്ഥനക്കാരൻ ആത്മാർത്ഥമായി ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഏതു വില കൊടുത്തും ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കത്തക്കവണ്ണം ഒരുക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. നമ്മൾ സുവിശേഷം പറയുമ്പോൾ പാപികൾ ഈ കൃപയിലേക്ക് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കൃപയിലേക്ക് വന്ന നമുക്ക് വിശുദ്ധ ജീവിതത്തിൻ്റെ പിൻബലത്തിലും പ്രാഗൽഭ്യത്തിലും ഈ സുവിശേഷം അറിയിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ വാചകം, നിൻ്റെ രാജ്യം വരേണമേ. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ നാടുകളിലുള്ള ഭരണ അസ്വസ്ഥതകളും അവ്യക്തതകളും അക്രമങ്ങളും ഒക്കെ നമ്മൾ വ്യാപകമായി കാണുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലൊരാശ്വാസമുണ്ട്. ഇതെല്ലാം മാറും, നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് രാജാവായിട്ട് വാഴും എന്നുള്ളതായ ആ വലിയ പ്രത്യാശയാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമുക്ക് ആ പ്രത്യാശയെ പുതുക്കി ജീവിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിൻ്റെ രാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. അതെങ്ങനെയാണ്? നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും ആയിട്ട് സ്വീകരിച്ചപ്പോൾ ആരായിട്ടും കൂടിയാണ് സ്വീകരിച്ചത്? കർത്താവായിട്ടും കൂടെയാണ് സ്വീകരിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രാജാവായിട്ടാണ് നമ്മൾ കൈക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നൊരു ദൈവപൈതൽ ഓരോ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം 1 പത്രോസ് 3:14 പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവിനെ കർത്താവായി നമ്മുടെ ഹൃദയങ്ങളിൽ
വിശുദ്ധീകരിച്ച് ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ഒരു ദൈവവൈതൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ യജമാനൻ്റെ കർത്തൃത്വം വിട്ട് ഒരു കാര്യവും ചെയ്യാനുള്ളതായ അനുവാദമില്ല. ഓരോ ദിവസവും നിങ്ങൾ അങ്ങനെയൊന്ന് ജീവിച്ച് നോക്കിക്ക്, നമ്മുടെ ജീവിതം എത്രയോ വ്യത്യസ്തമായിട്ട് തീരുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഈ വാചകങ്ങളുടെ പ്രായോഗികത എന്നുള്ളത് രൂപാന്തരപ്പെട്ട ജീവിതമാണ്. അടുത്ത വാചകം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പോൾ അവിടെ അത് വിശാലമായൊരു പ്രാർത്ഥനയാണ്, വിശാലമായൊരു ആഗ്രഹവും പ്രാർത്ഥനയും നമുക്ക് ദൈവസന്നിധിയിൽ സൂക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ ആദ്യം വന്നതുപോലെ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നൊരു ആൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു മിനിമം ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരണം. ദൈവേഷ്ടത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഒന്നും ഞാൻ ഈ ക്ലാസ്സിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഒരു വാക്യം, എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം പറഞ്ഞു പോകാം. ദൈവേഷ്ടത്തിൻ്റെ 3 ഗുണങ്ങൾ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നമുക്കൊന്ന് പറഞ്ഞു പോകാം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതാണ് ദൈവേഷ്ടം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനക്കാരൻ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവേഷ്ടം മാത്രം എനിക്ക് മതി എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അത് തിരിച്ചറിഞ്ഞ് ആ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് പ്രാർത്ഥനക്കാരൻ ഒരുങ്ങാനായിട്ട് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പ്രാർത്ഥന ശരിയാവണ്ണം പ്രാർത്ഥിച്ചാൽ എന്തു വലിയ രൂപാന്തരത്തിലേക്ക് അത് നമ്മെ നയിക്കുവാൻ ഇടയായിട്ട് തീരും. അടുത്ത പ്രാർത്ഥനാ വിഷയം നമ്മൾ കാണുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരേണമേ. അപ്പോൾ അവിടെ വളരെ വിസ്തൃതമായൊരു വാതിൽ ഞാൻ തുറന്നിടുകയാണ്. ഇവിടെ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യം, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിന് പിതാവിനൊക്കെ എല്ലാം അറിയാമെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യം കർത്താവിനോട് പറയാനുള്ളതായ വലിയ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ചെറുതൊന്നുമല്ല, അതെത്ര വലിയ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, നമുക്ക് ആ പ്രശ്നങ്ങളുമായി നമ്മുടെ യജമാനൻ്റെ അടുക്കൽ ചെന്ന് നമുക്കത് കർത്താവിനോട് പറയാനുള്ള വലിയ സ്വാതന്ത്ര്യത്തിലേക്കാണ്, അവകാശത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വാക്യം ഇങ്ങനെ ചുരുക്കി പറയണമെന്നാണ് വിചാരിച്ചെങ്കിലും ഒരു വാക്യം എൻ്റെ മനസ്സിൽ ഓടി വന്നു. അതുകൊണ്ട് അതും കൂടെ ഞാനൊന്ന് പരാമർശിക്കുകയാണ്. ഈ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ മോശ രേഖപ്പെടുത്തുന്നുണ്ട്, ദൈവജനമായ ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠത എന്താണ്. അല്ല, 7-ാം വാക്യത്തിലെ കാര്യമോ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് അത് പറയുന്നത്. ദൈവം നമ്മുടെ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രായോഗിക പ്രയോജനം മോശ അവിടെ എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് യഹോവയെ വിളിച്ചപേക്ഷിക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാനുമുള്ള വലിയ ബന്ധത്തിലേക്ക് നാം വന്നിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇത് ഇസ്രായേലിൻ്റെ കാര്യമാണ്. നമ്മുടെ കാര്യം എങ്ങനെ ഇരിക്കണം? നമ്മൾ ദൈവം ഇങ്ങനെ അടുത്തിരിക്കുന്ന ആളുകളാണോ? ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ അപ്പൊസ്തലനായ പൗലോസ് ഒരു മർമ്മം വെളിപ്പെടുത്തുന്നുണ്ട്. ആ മർമ്മം നമ്മൾക്ക് നല്ല പരിചയമുള്ള മർമ്മമായതുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞു പോകാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുകയാണ്. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ഇസ്രയേലിനോട് ദൈവം അടുത്തിരുന്നു എന്ന് വരികിൽ ഇവിടെ പറയുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊരു ഉന്നതമായ പദവിയിലേക്കാണ് കൊണ്ടുവരപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു ദൂതവിടെ കൈമാറാനായിട്ട് ശ്രമിക്കുക. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിലെ 6-7 വാക്യങ്ങളിൽ അവിടെ പൗലോസ്ലീഹ ഒരു പ്രബോധനം ആ സഭയ്ക്ക് കൊടുക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ, അടുത്ത വാക്യം ഏതാണ്, ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അതെന്നെ സ്പർശിച്ച ഒരു ദിവസമുണ്ട്. ഡേറ്റ് ഒന്നും കുറിച്ചിടാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പല പതിറ്റാണ്ടുകളായിട്ട് എന്നെ സ്പർശിച്ച ഒരു വാക്കാണത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അന്ന് വചനധ്യാനം കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഇനി മേലിൽ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, അത് കുടുംബജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ, ദൈവത്തോട് മാത്രം പറഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് വരെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം. പിന്നെ ഇവിടെ പുതിയ സഭാപ്രവർത്തനമൊക്കെ തുടങ്ങിയപ്പോൾ അന്ന് പ്രാർത്ഥിച്ചും ഞങ്ങൾ ആലോചിച്ചൊക്കെ ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. നമുക്ക് നമ്മുടെ സഭയുടെ ആവശ്യങ്ങൾ വേറെ ആരോടും പറയണ്ട, പ്രാർത്ഥിക്കാം, ഈ സഭയിൽ പറഞ്ഞാൽ മതി, ദൈവത്തോട് മാത്രം പറഞ്ഞാൽ മതി, ദൈവം കാര്യങ്ങൾ സാധിപ്പിക്കും. ഇന്ന് വരെ ദൈവം അതിൽ നിലനിർത്തിയെന്നാണ് എൻ്റെ വിചാരം. അതിനുള്ള തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവർ, ഞാനിന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഏതാവശ്യവും ദൈവത്തോട് പറയാം. ഏതാവശ്യവും പറയാവുന്നൊരു കർത്താവ് നമുക്ക് അടുത്തുണ്ട്, അവൻ നമ്മിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് നമ്മിലിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് മനുഷ്യൻ്റെ ഈ ബലഹീനരായ ആളുകളുടെ അടുക്ക പോയാൽ അത് നമ്മുടെ കർത്താവിന് എത്രയോ അപമാനകരമായൊരു കാര്യമായിരിക്കും. ഈ വലിയ വിശ്വാസത്തിൻ്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളത്തക്കവണ്ണം, പ്രായോഗികമാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാനിന്ന് ഈ വചനം ധ്യാനിക്കുമ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പൂർവ്വകാലം ഓർക്കാനിടയായിട്ട് തീർന്നു. ഞങ്ങളങ്ങനെ കുടുംബമായിട്ട് പട്ടിണി കിടന്നിട്ടില്ല. എന്നാൽ എൻ്റെ പിതാവും മാതാവും ഒക്കെ ഉൾപ്പെട്ട ആ കുടുംബത്തിൽ 3 ദിവസമൊക്കെ ഒരുമിച്ച് പട്ടിണി കിടന്നിട്ടുള്ള കാര്യം എൻ്റെ അപ്പച്ചനും അമ്മയും ഒക്കെ പറഞ്ഞ് കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വേലയുടെ വഴിയിലായിരിക്കുമ്പോഴാണ് അങ്ങനെ ആയിരുന്നത്. അന്നുണ്ടായൊരു സംഭവം പറഞ്ഞു. ഞാൻ പിന്നീട് അപ്പച്ചൻ്റെ കൂടെ പല പള്ളിപ്പെരുന്നാളുകൾക്കും ഒക്കെ പ്രവർത്തനത്തിന് വേണ്ടി പോകാറുണ്ട്. വളരെ ദൂരമുള്ളതായ ഒരു പള്ളിയിൽ ഈ ഇല്ലായ്മയുടെ നടുവിൽ, പട്ടിണിയുടെ നടുവിൽ അവിടെ പോയി സുവിശേഷ പ്രസംഗത്തിന് പോകാനിടയായിട്ട് തീർന്നു. അപ്പോൾ ചില ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, അവിടെ മൃഷ്ടാന്നമായ ആഹാരം വാളകത്തൊക്കെയുള്ള സഹോദരന്മാർ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിക്കാൻ പോകാതെ തിരിച്ച് വീട്ടിൽ പോന്നു. കാരണം വീട്ടിലുള്ള ആളുകൾ പട്ടിണി ആയതുകൊണ്ട് ഞാൻ മാത്രം കഴിക്കണ്ട എന്ന് വിചാരിച്ച് വീട്ടിൽ വന്ന് ഒരുമിച്ച് പട്ടിണിക്കിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ കർത്താവ് പഠിപ്പിച്ച് പ്രാർത്ഥനയിൽ പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായ തീവ്രമായ ഇല്ലായ്മയുടെ നടുവിലുമൊക്കെ എത്രയോ ദൈവമക്കൾ, നമ്മുടെ പിതാക്കന്മാരുമൊക്കെ ദൈവത്തോട് പറഞ്ഞ് ഈ കാര്യത്തിൽ ഉള്ളതായ സമാധാനത്തോടു കൂടി കഴിഞ്ഞ നാടുകളിൽ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയുന്നു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് കർത്താവിനോട് പറയാം. കർത്താവിനോട് മാത്രം പറയുന്ന വിശ്വാസത്തിൻ്റെ ഏകാഗ്രത, ആ വാക്ക് നമുക്കിപ്പോൾ നല്ല പരിചയമുണ്ടല്ലോ. യഹോവയുടെ സന്നിധിയിൽ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ ജീവിച്ച ദാവീദിനെക്കുറിച്ച് എത്രയോ വട്ടമാണ് ദൈവാത്മാവ് വീണ്ടും വീണ്ടും ചരിത്രത്തിൽ ആവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നു. ചിലരൊക്കെ ആ ഏകാഗ്രത വിട്ടുപോയപ്പോൾ ദാവീദിൻ്റെ ഏകാഗ്രത
എടുത്തു പറഞ്ഞ് പ്രശംസിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കുവാനിടയായിട്ട് തീരുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് മാത്രം അറിയിക്കുന്നൊരു നല്ല കാലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ. ഇത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എങ്കിലും തീരുന്നിടത്തോളം വരെ പറയാം എന്ന് ഞാൻ കരുതുന്നു. അടുത്ത വാചകത്തിൽ നമ്മൾ കാണുന്നത് പ്രാർത്ഥനക്കാരൻ്റെ താൻ സൂക്ഷിച്ച ഒരു വലിയ സത്യം ദൈവത്തോട് പറയുകയാണ്. നമുക്കെല്ലാം അറിയാമത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അവിടെ നിൽക്കട്ടെ, അവിടെ ഞാനൊരു കാര്യം പറയാം. അപ്പോൾ ഈ പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായുള്ള ഒരുക്കം എന്താണ്? തൻ്റെ കടക്കാരോടെല്ലാം ക്ഷമിച്ചിട്ടാണ് ഈ പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. ഞാനിന്ന് രാത്രി ഒത്തിരി ആഗ്രഹത്തോട് പറയുകയാണ്, നമ്മൾ ദിവസത്തിൽ പലവട്ടം പ്രാർത്ഥിക്കും, പലവട്ടം പ്രാർത്ഥിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടക്കാരോട്, അവിടെ കടന്നു പറഞ്ഞിരിക്കുന്നത് കാശ് കടം മേടിച്ച കാര്യമൊന്നുമല്ല, പിന്നെ ഏതളവിലുള്ള കടവുമാകട്ടെ. അപ്പോൾ ആ കടക്കാരോട് ഏകപക്ഷീയമായി ക്ഷമിച്ച് ആ ഒരുക്കത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കം ഇതാണ്. മർക്കോസ് 11:25-26 വാക്യങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട്, അടുത്ത വാക്ക് നിങ്ങളൊന്ന് പറയണം, അവനോട് ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ ക്ഷമിച്ച് ഒരുങ്ങിയാണ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇവിടെ ഈ പ്രാർത്ഥന ഒരുക്കത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ വിപ്ലവകരമായ രൂപാന്തരം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയായിട്ട് തീരും. രണ്ട് റെഫറൻസ് എഴുതിയിട്ടോ, മത്തായി 6:12, മാർക്കോസ് 11:25-26. പിന്നെ അതോട് ചേർത്തൊരു കാര്യമുണ്ട്. ഈ പ്രാർത്ഥനക്കാരൻ പാപക്ഷമ കർത്താവിൽ നിന്ന് പ്രാപിച്ചയാളാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായി വിശകലനം ചെയ്തതാണ്. എങ്കിലും ഞാനൊരു വാക്കിൽ ഭയത്തോടെ ഓർപ്പിക്കുകയാണ്, ഈ ആദ്യത്തെ കാര്യം ചെയ്യാതെ, കടക്കാരോട് ക്ഷമിക്കാതെ ഒരാൾ എൻ്റെ കടം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ആ ആളുടെ കടം ക്ഷമിച്ചാൽ ക്ഷമിക്കുന്ന കർത്താവ് ആരല്ലെന്ന് പറയേണ്ടി വരും. വിശ്വസ്തനും നീതിമാനുമെന്ന് പറയാൻ പറ്റില്ല. കാരണം 1 യോഹന്നാൻ 1:7-9 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് നമ്മുടെ കർത്താവ് നമ്മൾ ക്ഷമിക്കുന്നത് കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. വിശ്വസ്തതയും നീതിയും ഈ ഒരുക്കത്തോടെ കടക്കാരോട് ഏകപക്ഷീയമായി ക്ഷമിക്കുന്നവരുടെ കടങ്ങളെ ക്ഷമിക്കുവാൻ ഇടയായിട്ട് തീരുകയുള്ളൂ. ഈ ഒരുക്കം കൂടാതെ നമ്മൾ എത്രയോ പാപങ്ങൾ കഴിഞ്ഞ നാളുകളിൽ മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം ശനിയാഴ്ച രാത്രിയൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരിക്കും, പിറ്റേ ദിവസം കർത്തൃമേശയിൽ പങ്കുകൊള്ളുവാൻ. പക്ഷേ അതൊന്നും ക്ഷമിച്ചിട്ടുണ്ടാകാനുള്ളതായ സാധ്യതയില്ല. ഞാൻ വേദനയോടാണ് ഈ വാക്കുകൾ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരുക്കം എന്ന് പറയുന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. 66-ാം സങ്കീർത്തനം 18-19 വാക്യങ്ങൾ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. പക്ഷെ അടുത്ത വാചകത്തിൽ ദാവീദ് പറയുകയാണ്, പക്ഷെ ദൈവം എൻ്റെ പ്രാർത്ഥനാ ശബ്ദം കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അകൃത്യം കരുതാതെ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ജയാളിയായ ഭക്തനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒത്തിരി ദൈവമക്കൾ പരാജയപ്പെടുന്നൊരു മേഖലയാണിത്. അതുകൊണ്ട് ഈ മേഖലയിൽ നമ്മൾ പരാജിതരായിട്ട് തീരുന്നില്ല എന്നുള്ളത് വളരെ പ്രാർത്ഥനയോടെ ഉറപ്പുവരുത്താനായിട്ട് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മളിനി ഈ ആഴ്ചയിൽ സുവിശേഷത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങൾ ഈ ദേശത്തോട് പറയാൻ പോവുകയാണ്. സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശവും ഏതു പാപിക്കും പാപക്ഷമയുണ്ട് എന്നുള്ളതാണ്.
ക്രൂശിൽ കിടന്നൊരു പ്രാർത്ഥന നമ്മൾ ഓർക്കാറുണ്ടല്ലോ, ഇവർ ചെയ്യുന്ന എന്നറിയായെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ. അവരെന്തെല്ലാം ദോഷം ചെയ്തയാളാണ്. നമ്മുടെ കർത്താവിനെ ദേഹോപദ്രവം ചെയ്ത ആളുകളാണ്. അവർക്കാണ് കർത്താവ് ഏകപക്ഷീയമായി ക്ഷമ കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് നാം സുവിശേഷം അറിയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏകപക്ഷീയമായി ആളുകളോട് ക്ഷമിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുന്നതോടൊപ്പം സുവിശേഷം അറിയിക്കേണ്ടതിന് വേണ്ടി ഒരുങ്ങാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഇനി 2 പ്രാർത്ഥന വിഷയങ്ങളുടെ ഉണ്ട്. അത് നിങ്ങൾ ധ്യാനിക്കണം, സ്വന്തമായിട്ട് അത് ഉൾക്കൊള്ളണം. സ്വന്തമായി ഉൾക്കൊള്ളാൻ വല്ല പ്രയാസവും തോന്നിയാൽ നമ്മൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് ഒത്തിരി നാളായില്ല, അതിൻ്റെ ആ പോർഷൻ എടുത്ത് വായിച്ച് നോക്കി അത് ഉൾക്കൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രായോഗികമാക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാനിന്ന് പകൽ ഇതിലൂടെ കടന്നുപോയപ്പോൾ ഓർത്തു, ദൈവമേ, അങ്ങ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനക്കാരനിൽ എന്തോരതിശയകരമായ രൂപാന്തരമാണ് വരുത്തുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവരെ, രൂപാന്തരം നമ്മുടെ ഒരു പ്രത്യാശയാണ്. നമ്മുടെ കർത്താവിൻ്റെ രാത്രി വന്നാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. പക്ഷെ ഈ രൂപാന്തരം നമ്മുടെ കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് സാധിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ളതായ ഈ പ്രബോധനവും പഠിപ്പിച്ച പ്രാർത്ഥനയും എത്രയോ മഹത്തരമാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാം. അത് ആവശ്യപ്പെടുന്ന രൂപാന്തരം ഉൾക്കൊണ്ട് ഈ തലമുറയിൽ ജീവിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കരയേറ്റാം. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.